ഇന്ത്യയുടെ പേര് മാറ്റി ഭാരതം എന്നാക്കാൻ പോകുന്നു പറയുന്ന വാർത്തയെപ്പറ്റി നിങ്ങൾ പലരും സോഷ്യൽ മീഡിയയിൽ കേട്ടിരിക്കും. ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. അടുത്ത ഒരാഴ്ചത്തേക്ക് ഈ ഒരു കാര്യമല്ലാതെ മറ്റൊരു കാര്യത്തെപ്പറ്റിയും വാർത്താ മാധ്യമങ്ങൾ സംസാരിക്കുകയില്ല. പക്ഷേ ഈ ഒരു വാർത്തയ്ക്ക് പിറകിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം? യഥാർത്ഥത്തിൽ ഈ ഒരു പേരുമാനം നടപ്പാക്കാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ടോ? ഈ ശ്രമങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ അതിൽ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മുടെ രാജ്യം ഫേസ് ചെയ്യേണ്ടി വരുന്നത്? ഇന്ത്യയുടെ പേര് മാറ്റി ഭാരതം എന്നാക്കണമെന്നുള്ള ആവശ്യം അതിൽ രാഷ്ട്രീയമായ ലക്ഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പല സംശയങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരങ്ങൾ ഈ ഒരൊറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കും. വളരെയധികം ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കാദ്യം ഈ ഒരു വിവാദം എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. ഇന്ത്യയിൽ സെപ്റ്റംബർ മാസം G20 ഗ്രൂപ്പിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇന്ത്യയാണ് ഈ ഒരു വർഷം G20 ഹോസ്റ്റ് ചെയ്യുന്നത്. 20 രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട തലവന്മാർ ഈ ഒരു മീറ്റിംഗിനായിട്ട് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. ഇവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡിന്നർ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരുന്നു. ഈ ഡിന്നർ അനൗൺസ് ചെയ്ത സമയത്ത് ഇവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചിരുന്നു. ആ ഇൻവിറ്റേഷൻ ലെറ്ററിൽ സൂചിപ്പിച്ചൊരു വാക്യം, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ് പൊതുവെ ഇന്ത്യൻ രാഷ്ട്രപതിയെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു ലെറ്ററിൽ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന രീതിയിലായിരുന്നു അച്ചടിച്ചത്. ഇതായിരുന്നു ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെ അടിസ്ഥാനമായിട്ട് മാറിയത്. അതിനുശേഷം ട്വിറ്റർ വഴി ഇത് വ്യാപകമായിട്ട് ചർച്ചാ വിഷയമായി. പിന്നീട് ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം തന്നെ ഇത് ഏറ്റെടുക്കുകയും വാർത്താ മാധ്യമങ്ങൾ ഏറ്റവും സെൻസിറ്റീവ് ഒരു കാര്യമായിട്ട് ഇതിന് കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു വാർത്ത തുടങ്ങിയതിന് ശേഷമുള്ള പല കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണ് ഇതിൽ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതിനെ പറ്റി അറിയാൻ സാധിക്കുന്നത്. നമുക്കാദ്യം ഇതിനെപ്പറ്റിയുള്ള മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന കാര്യം എന്നതിനെപ്പറ്റി അറിയേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 1 എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ആർട്ടിക്കിൾ 1.1 കൊടുത്തിരിക്കുന്ന ഒരു വാക്യമാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇതിന്റെ മലയാള പരിഭാഷ എന്ന് പറയുന്നത് ഇന്ത്യ അതായത് ഭാരതം ഇത് പല സംസ്ഥാനങ്ങളെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു യൂണിയൻ ആയിരിക്കുമെന്നാണ്. സോ ഈ ഒരു വാക്ക് ഇതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യ എന്നതും ഭാരതം എന്നതും ഒന്നാണെന്ന്. സോ ഭരണഘടന തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യക്ക് ഭാരതം എന്ന മറ്റൊരു പേര്. സോ ഭാരതവും ഇന്ത്യ എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളും പല ഭാഗത്തായിട്ട് നമ്മൾ കേട്ടിരിക്കും. ഇന്ത്യൻ ദേശീയഗാനത്തിലും ഈ ഒരു ഭാരതം എന്ന് പറയുന്ന വാക്യം കാണാൻ സാധിക്കും. ഈവൻ റിസർവ് ബാങ്കിന്റെ ഒക്കെ പല നോർത്ത് ഇന്ത്യയിലെ ബ്രാഞ്ചുകളിലും ഭാരതീയ ബാങ്ക് എന്ന രീതിയിലേക്ക് കൊടുത്തിരിക്കുക. സോ ഈ ഒരു ഭാരതം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയിലും പല മേഖലകളും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. സോ ഇന്ത്യയുടെ ഒരു ഓൾട്ടർനേറ്റീവായ തദ്ദേശീയമായ നെയിമായിട്ടാണ് ഭാരതത്തെ പൊതുവെ വിശേഷിപ്പിക്കുക. കുറച്ചും കൂടി സിമ്പിളായി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു എല്ലാ കാര്യങ്ങളുടെയും തുടക്കം എവിടെയെന്ന് പറയുന്നത് അറിയേണ്ടതുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന സമയം 1950കളുടെ കാലഘട്ടത്ത് ഇന്ത്യക്ക് എന്താണ് പേര് നൽകേണ്ടതെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ചർച്ചകൾ നടന്നിരുന്നു. ആ സമയത്ത് പല പേരുകളും മുന്നോട്ട് വന്നിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നതിന്റെ പേരായിരുന്നു ഭാരതം എന്ന് പറയുന്ന പേരും ഇന്ത്യ എന്ന് പറയുന്ന പേരും ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പേരും. ഈ 3 പേരുകളും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കേട്ടിരുന്ന ഒരു കാര്യമാണ്. കാരണം ഈ 3 പേരുകൾക്കും ഇന്ത്യൻ സംസ്കാരവുമായിട്ടും ഇന്ത്യയുടെ ആ സമയത്തെ കൾച്ചറുമായിട്ടും വളരെയധികം ഒരു അടുപ്പം കാണാൻ സാധിക്കും. ഇതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് ഈ 3 വാക്കുകളുടെയും ഉത്ഭവം എന്താണെന്ന് പറ്റി അറിയേണ്ടതുണ്ട്. നമുക്കാദ്യം ഭാരതത്തെ തന്നെ എടുക്കാം. ഈ ഭാരതം എന്ന് പറയുന്ന ചരിത്രപരമായിട്ട് പുരാണങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഭാരത് വർഷ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഭാരതം എന്ന് പറയുന്ന വാക്യം ഉടലെടുത്തു പറയുന്ന കാര്യത്തെപ്പറ്റി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ഭാരതം എന്ന് പറയുന്നത് പാണ്ഡവരുടെയും കൗരവരുടെയും മുൻഗാമിയായിട്ട് വിശേഷിപ്പിക്കുന്ന ഭാരത മഹാരാജാവിന്റെ ഒരു പേരിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയുടെ ഏകദേശം എല്ലാ ഭാഗത്തെയും ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മുഴുവനായിട്ടും കോൺകർ ചെയ്തിരിക്കുന്ന രാജാവായിട്ടാണ് പുരാണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഭാരതം എന്ന് പറയുന്ന വാക്യം ഉടലെടുത്തു പറയുന്ന കാര്യത്തെപ്പറ്റി ചരിത്രകാരൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ ജിയോഗ്രഫിക്കൽ പരമായിട്ട് അതായത് ഇന്ത്യയുടെ ഈ മൊത്തം പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും പുരാണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിലെ കാര്യങ്ങളെപ്പറ്റി പരിശോധിക്കുമ്പോഴും ഇതിൽ ഭാരതം എന്ന് പറയുന്നത് അതിനെ ഓരോരോ വാക്യമായിട്ട് വേർതിരിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശത്തെ മൊത്തമായിട്ട് അതിൻ്റെ ബൗണ്ടറീസിനെ സൂചിപ്പിക്കുന്നതായിട്ടും തെക്ക് ഭാഗത്ത് കടലും വടക്ക് ഭാഗത്ത് മഞ്ഞുമലകളുമുള്ള ഒരു ഭാഗമായിട്ടാണ് ഇതിനെ രൂപീകരിച്ചിരിക്കുന്ന പേരിലും ഈ ഒരു ഭാരതം അറിയപ്പെടാറുണ്ട്. സോ ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഭാരതം എന്ന് പറയുന്ന വാക്യത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഭാരതം പോലെ തന്നെ പല സമയങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഈ രാജ്യത്തിന് പല പേരുകളും അറിയപ്പെട്ടിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും അറിയപ്പെട്ടൊരു പേരായിരുന്നു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന വാക്ക് പേർഷ്യയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. കാരണം ഇന്ത്യയുടെ ആ ഒരു സമയത്തെ ഭൂപ്രകൃതി അതായത് സിന്ധു നദി ആ ഒരു ഇൻഡസ് നദി എന്ന് പറയുന്ന നദിയുടെ സമീപത്തായിട്ട് കൂടുതൽ മനുഷ്യർ താമസിച്ചതും ആ ഒരു സിന്ധു നദിയുടെ സംസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് പോപ്പുലറൈസ് ചെയ്തിരിക്കുന്ന കാലഘട്ടത്ത് പേർഷ്യക്കാർ ഈ ഒരു സിന്ധു നദിയെ ഹിന്ദു എന്ന പേരിൽ മാറ്റിയിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഹിന്ദു എന്ന പേര് ചേർക്കുകയും പിന്നീട് ഈ ഒരു പേരിൻ്റെ ഒപ്പം തന്നെ ആ ഒരു സ്ഥലത്തെ ഹിന്ദുസ്ഥാൻ എന്ന രീതിയിൽ അഭിസംബോധന ചെയ്തതായിട്ടും കാണാൻ സാധിക്കും.
ഇതിനുശേഷം മുഗൾ സാമ്രാജ്യവും ബാക്കിയുള്ള പല പേർഷ്യൻ സാമ്രാജ്യവും ഇന്ത്യയിലോട്ട് വന്ന സമയത്ത് അവർ ഈ ഒരു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന വാക്ക് ഇന്ത്യക്ക് നൽകിയതും അത് പിന്നീട് ചരിത്രകാരന്മാർക്കിടയിൽ ചർച്ചാ വിഷയമായതും കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് കടന്നു വരുന്ന ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്ന വാക്ക്, ഈ ഒരു പേര് നൽകപ്പെട്ടത് പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിന്റെ ആ ഒരു കോളനൈസേഷൻ എന്ന് പറയുന്ന കാലഘട്ടത്താണ്. ഇപ്പോൾ ഡച്ചുകാരാണെങ്കിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെങ്കിലും ഇവരെല്ലാം തന്നെ ഇന്ത്യയിൽ വന്ന് അവരുടെ ആ ഒരു കമ്പനി, ആ ഒരു ഇന്ത്യയിലുള്ള അവരുടെ കോളനിവൽക്കരണത്തിന് പേര് നൽകുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് ചേർത്തിരുന്നു. ഈ വാക്ക് നൽകപ്പെട്ടത് പ്രത്യേകിച്ച് ഈ ഒരു കോളനിവൽക്കരണത്തിന്റെ സമയത്ത് ഇത്തരം ഒരു ഇന്ത്യ എന്ന് പറയുന്ന പേര് ഈ നമ്മുടെ പ്രദേശത്തിന് ചേർക്കപ്പെട്ടത് അത് ആ സമയത്ത് ഈ വെസ്റ്റേൺ കൾച്ചറിൽ ഈ ഒരു വാക്ക് ഭാരതം എന്ന് പറയുന്ന വാക്കൊക്കെ അവർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണെന്നും അങ്ങനെ ആ ഒരു പ്രൊണൗൺസിയേഷന് വേണ്ടിയിട്ട് അത് കുറച്ചും കൂടി ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേര് ഇന്ത്യ എന്ന രീതിയിൽ മാറ്റി എന്ന് പറയുന്ന അഭിപ്രായങ്ങളും ചരിത്രകാരന്മാർ നിലനിൽക്കുന്നുണ്ട്. സോ ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് പ്രിഡോമിനന്റ്ലി വന്നിരിക്കുന്നത് ഈ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും അവരുടെ കോളനിവൽക്കരണത്തിന്റെ സമയത്തുമാണ്. സോ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ, അതുപോലെ ഭാരതം എന്ന് പറയുന്ന 3 വാക്കുകൾ കാണാൻ സാധിക്കും. ഈ 3 വാക്കുകളിലും ഏറ്റവും കൂടുതലായിട്ട് മുന്നിട്ട് നിന്നതായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നു, ഭാരതം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് ഇതിന് രണ്ടിനും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇന്ത്യ, ഭാരതം എന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയിലും ഈ വാക്കുകളെ പറ്റി സൂചിപ്പിക്കുന്നത്. സോ ഇന്ത്യയുടെ പേര് ഇന്ത്യ എന്നും ഭാരതം എന്നതിനെ പറ്റി ഇപ്പോൾ പലർക്കും അറിഞ്ഞിരിക്കും. ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയണം, ഭാരതം എന്ന് പറയണം, നമുക്ക് ഒരൊറ്റൊരു വാക്ക് പോരെ എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷനും ചില തരത്തിലുള്ള ലോജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസാണ് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസ് ഇന്ത്യയുമായിട്ട് ഇന്ന് നല്ല രീതിയിലുള്ള ബന്ധം കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യ എന്ന് പറയുന്നൊരു പേര് നൽകിയപ്പോൾ ആ ഒരു പേര് നൽകിയ സമയത്ത് തന്നെ എല്ലാ രാജ്യങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ആ ഒരു പേര് ബ്രാൻഡായിട്ട് ഇന്ത്യ എന്ന് മാറപ്പെട്ടു. അതേസമയത്ത് ഈ ഒരു ഭാരതം എന്ന് പറയുന്ന വാക്ക് തദ്ദേശീയമായിട്ട് ഇപ്പോൾ ഹിന്ദിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഭാരതം സുലഭമായിട്ട് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഈ ഒരു വേർതിരിവ് ഇന്ത്യ എന്നും ഭാരതം എന്നും പിന്നീടുള്ള വർഷങ്ങളിൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇന്ത്യൻ ഭരണഘടന സ്ഥാപിതമായതിനു ശേഷം അത് പല സന്ദർഭങ്ങളിലും ആ സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റി വന്നിരുന്നു. ഒരു എക്സാമ്പിളായി പറയണമെങ്കിൽ ഭാരതം എന്ന് പറയുന്ന വാക്ക് തദ്ദേശീയമായിരിക്കുന്ന പല കാര്യങ്ങളും ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. എക്സാമ്പിളായിട്ട് സിനിമകളിലും പല കവിതകളിലും ഭാരതം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചും കൂടി ജനങ്ങൾക്കിടയിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിലുള്ള ഒരു കാര്യമായിട്ടാണ് പരിഗണിക്കുന്നത്. അതേസമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് പുറത്തായിട്ട് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ കുറച്ചും കൂടി സുഗമമായിട്ട് മറ്റുള്ള ആൾക്കാരോട് എത്താനും വേണ്ടിയുള്ള ഒരു വാക്കായിട്ട് ഉപയോഗിച്ചത്. സോ ഈ ഒരു വേർതിരിവ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചു തന്നെ വെസ്റ്റേൺ കൾച്ചർ എന്നാണ്. സോ ആ ഒരു വെസ്റ്റേൺ കൾച്ചർ, ആ ഒരു കൾച്ചറിന്റെ അഡാപ്റ്റേഷൻ ആയിട്ട് ഈ നെയിം ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതേ രീതിയിൽ ഉപയോഗിച്ച് വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ചൈനയും ജപ്പാനും എടുക്കാൻ സാധിക്കും. ഈ 2 രാജ്യങ്ങളും, ചൈന, ജപ്പാൻ എന്ന് പറയുന്ന 2 രാജ്യങ്ങളും 2 വ്യത്യസ്തമായ സാമ്രാജ്യങ്ങളായിരുന്നു. പക്ഷേ പിന്നീട് സാമ്രാജ്യങ്ങൾ രാജ്യമായിട്ട് മാറിയപ്പോഴും അവരുടെ പേര് ഒഫീഷ്യലായിട്ട് ചൈന എന്നും ജപ്പാനും എന്ന രീതിയിലാണ് പല ലോകരാജ്യങ്ങളും അംഗീകരിച്ചത്. സോ ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ 2 രാജ്യങ്ങളും അവരുടേതായിരിക്കുന്ന പല ഇടപെടൽ നടത്തുന്ന സമയത്തും അവരുടെ ഒഫീഷ്യൽ നെയിമായിട്ട് ചൈന എന്നും ജപ്പാൻ എന്നും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ നെയിമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു നെയിം മാറപ്പെടുകയും സോ അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കും എന്തുകൊണ്ടാണ് ഇന്ത്യ, ഭാരതം എന്ന് പറയുന്ന 2 പേര് ഭരണഘടനയിലും ഇന്ത്യയുടെ പല മേഖലകളിലും ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം, കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും ഇതെങ്ങനെയാണ് കുറച്ചും കൂടെ എത്രത്തോളം ആംപ്ലിഫൈ ചെയ്തു വന്നെന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമായിട്ട് നൽകാൻ സാധിക്കുക മാധ്യമങ്ങളാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് പോലെ തന്നെ ഭാരതം എന്ന് പറയുന്ന ഈക്വലായിട്ട് നമ്മുടെ രാജ്യത്ത് നൽകപ്പെട്ട ഒരു പേരാണ്. ഈ പേര് അവിടെ ഉപയോഗിച്ചത് പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് പറയുന്ന രീതിയിൽ ഉദ്ദേശിച്ചത് ഒരു തരത്തിലും ഒരു തെറ്റായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല. അതിനെതിരെ ആദ്യം കോൺഗ്രസിന്റെ ഒരു MP ആയിരുന്നു പ്രതികരിച്ചത്. പിന്നീട് അത് രാഷ്ട്രീയമായിട്ട് പല ആൾക്കാരും എതിർക്കാൻ തുടങ്ങി. അങ്ങനെ എതിർത്തപ്പോൾ മാധ്യമങ്ങൾ കിട്ടിയൊരു ചാകരയാണ്. മാധ്യമങ്ങൾ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തു. അവർ പല കാര്യങ്ങളെ പറ്റിയും ഇതിൽ ഉൾപ്പെടുത്തി കാണാൻ സാധിക്കും. ഇനി ഈ ഒരു പേര് മാറ്റത്തിന്റെ ആവശ്യം എത്രത്തോളം ഇന്ത്യയിൽ ശക്തമായി വന്നു പറയുന്ന കാര്യത്തെ പറ്റി അറിയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായി പറയണമെങ്കിൽ 2020 ഒരു PIL, അതായത് ഇന്ത്യയുടെ പേര് മാറ്റണമെന്ന് സുപ്രീം കോടതിയിൽ പോലും ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്നു. ആ ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരുന്നു. ഇതേപോലെ തന്നെ 2010, 2014, 2012 എല്ലാം തന്നെ ഓരോ വർഷവും ഒരേപോലെ ഈ ഒരു പേര് മാറ്റണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല ആൾക്കാരും ഹർജി നൽകാറുണ്ട്. ഇതിനെ പലപ്പോഴും സുപ്രീം കോടതി തള്ളിക്കളയുകയും ഈവൻ ഇപ്പോഴത്തെ ഗവൺമെന്റ് പോലും 2015 പേര് മാറ്റത്തിന്റെ ആവശ്യകത ഇപ്പോൾ ഇല്ല എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഉറച്ചു നിൽക്കുകയും അത് സുപ്രീം കോടതിയോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു പേര് മാറ്റലിനെ പറ്റിയുള്ള വിവാദങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന സമയത്ത് പലരും അറിയാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഇതിന് പിറകിലുള്ള രാഷ്ട്രീയമായ കാര്യങ്ങൾ.
ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം എതിർപ്പുകളും അനുകൂലമായ കാര്യങ്ങളും വന്നു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി പരിശോധിക്കുമ്പോൾ തന്നെ ഇതിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഓപ്പോസിഷന്റെ ഭാഗത്ത് നിന്ന് വരുന്ന എതിർപ്പുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഓപ്പോസിഷൻ പാർട്ടീസ് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് രൂപീകരിച്ച ഒരു കൂട്ടുകെട്ടിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേര് മാറ്റാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നു പറയുന്ന വാദം. ഈ വാദം ഇന്ന് ശക്തമായി ഉന്നയിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മമതാ ബാനർജി പോലത്തെയുള്ള പല നേതാക്കൾ, തദ്ദേശീയമായ പാർട്ടി നേതാക്കളും അതിൽ ഈ ഒരു പേര്, ഈ ഭാരതം എന്ന് പറയുന്ന പേര് ഒരു ഹിന്ദി വൽക്കരണത്തിന്റെ ഭാഗമാണെന്ന രീതിയിൽ പോലും അഭിപ്രായപ്പെടുന്നത് കാണാൻ സാധിക്കും. MK സ്റ്റാലിനും പല തദ്ദേശീയമായ പാർട്ടി നേതാക്കന്മാരും ഈ ഒരു അഭിപ്രായങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സോ ഭാരതം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യയുടെ ഒരു പേരാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് എൻറ്റയർലി പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ മറുഭാഗത്താണെങ്കിൽ ഈ പേര് മാറ്റം അനിവാര്യമാണെന്നും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോളനിവൽക്കരണ സമയത്ത് ഉപയോഗിച്ച വാക്കാണെന്നും അത് ഇനിയും നമുക്ക് വേണ്ട എന്നും അത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു മുന്നേറ്റത്തിനും ആ ഒരു യശസ്സിനും കളങ്കമാണെന്ന രീതിയിലും അഭിപ്രായപ്പെടുന്നത് കാണാൻ സാധിക്കും. അവർ പലരും ഉന്നയിക്കുന്ന അഭിപ്രായങ്ങളൊന്നാണ് സിലോൺ എന്ന് പറയുന്ന പേരിലായിരുന്നു ശ്രീലങ്ക മുൻപ് അറിയപ്പെട്ടത്. പക്ഷേ ഇന്ന് ശ്രീലങ്ക എന്ന് പറയുന്ന പേരിൽ ശ്രീലങ്ക മാറപ്പെട്ടപ്പോൾ അത് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഭാരതമായി മാറണമെന്ന് പറയുന്ന അഭിപ്രായങ്ങളും ഇവർക്കിടയിൽ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ഭാരതം എന്ന് പറയുന്ന പേര് മാറ്റം നടക്കുകയാണെങ്കിൽ അതിലെന്തെല്ലാം പ്രശ്നങ്ങൾ അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യത്തെപ്പറ്റിയും ഒന്ന് ലഘുവായി പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രാൻഡ് വാല്യൂ. ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പേരിന് തന്നെ ഒരു ബ്രാൻഡായിട്ടാണ് ഇന്ന് പല ലോകരാജ്യങ്ങളും കാണുന്നത്. ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ടാണ് മാറിയിരിക്കുന്നത്. ആ രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പല കാലഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്ന രാജ്യമാണെന്ന് പറയുന്ന മെൻറ്റാലിറ്റി ആ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണെങ്കിലും ലോകത്തിൻ്റെ ഏതൊരു കോണിലാണെങ്കിലും ഇന്ത്യയുടെ ഈ ഒരു ബ്രാൻഡ് വാല്യൂ മേ ബി റെഡ്യൂസ് ചെയ്യപ്പെട്ടേക്കാമെന്ന് പറയുന്ന ആ ഒരു ആശങ്ക ഇതിനോടകം പല എക്സ്പേർട്സും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് മാറുന്നത് ഇന്ത്യയുടെ പല മേഖലകളും ഇതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് പറയുന്നതാണ്. അതിലും ഒരു കോംപ്ലിക്കേഷൻ അടങ്ങിയിരിക്കാമെന്ന് പറയുന്നുണ്ട്. സോ പൂർണ്ണമായിട്ടും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ സാധ്യത വളരെയധികം കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സ്പെഷ്യൽ പാർലമെന്റ് സെഷൻ അനൗൺസ് ചെയ്ത സമയത്താണ് ഈ ഒരു പേരുമാറ്റത്തിൻ്റെ കാര്യം വന്നു എന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന് ഒരു ഭരണഘടനാ ഭേദഗതി നടപ്പാക്കിയിട്ട് ഇന്ത്യയുടെ പേര് മുഴുവനായിട്ടും ഭാരതം എന്ന് മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്നാണ് മാധ്യമങ്ങൾ ഇതിനെ പടച്ചുവിട്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്പെഷ്യൽ പാർലമെന്റ് സെക്ഷനിൽ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു മാറ്റം അതിന് വേണ്ടിയിട്ട് ഒരു ബില്ല് അവിടെ കൊണ്ടുവരികയാണെങ്കിൽ പോലും അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കണമെങ്കിൽ, ആ ബില്ല് പാസ്സാക്കണമെങ്കിൽ ഏകദേശം 66% വോട്ട് ലഭിക്കണം. ആ ഒരു വോട്ട് ലഭിക്കുമോ എന്ന് പറയുന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വോട്ട് ലഭിച്ച് ഇന്ത്യയുടെ പേര് ഭാരതമായിട്ട് മാറിയാൽ മാത്രമേ ഇന്ത്യയുടെ പേര് ഭാരതമായി മാറിയെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം ഈ ശ്രമങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിനെ പറ്റി മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ഈ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ പലരും കമന്റ് ബോക്സിൽ പൊങ്കലിടാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഒരു വാർത്തയെ എത്രത്തോളം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു പറയുന്നതാണ്. ഇവിടെ ഒരു പേര് അത് സൂചിപ്പിച്ചതിൽ തെറ്റുണ്ട് ശരിയുണ്ടെന്ന് പറഞ്ഞ് തർക്കിയതിന് പകരം അതെന്തുകൊണ്ട് സൂചിപ്പിച്ചു? ഭാരതം എന്ന് പറയുന്നു, ഇന്ത്യ എന്ന് പറയുന്നു ഭരണഘടന പ്രകാരം നമ്മുടെ രാജ്യത്ത് നൽകിയ ഒരു പേരാണ്. ആ പേര് അവിടെ ഉപയോഗിച്ചിട്ട് ഒരു തെറ്റുമില്ല എന്ന് പറയാൻ സാധിക്കും. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു, പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് പറയുന്നു, രണ്ടും ഒരേപോലെയുള്ള കാര്യമാണ്. സോ ആ കാര്യത്തെ ഇത്രമാത്രം ഒരു TRPക്ക് വേണ്ടി വലിയൊരു ആംപ്ലിഫൈ ചെയ്തൊരു വാർത്തയാക്കി മാറ്റിയതിൽ മാധ്യമങ്ങളെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉറ്റുനോക്കേണ്ട ഒരു കാര്യമായിട്ട് മാറുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെപ്പറ്റി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പേര് ഇന്ത്യ എന്ന് മാത്രമായിട്ട് തുടരണമെന്നോ അല്ല ഭാരതം എന്ന് മാറ്റണമെന്ന് പറയുന്ന നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ആ പേര് മാറ്റണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു പറയുന്ന കാര്യത്തെപ്പറ്റിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇതിൽ പലരും വർഗീയമായിട്ടുള്ള ഒരു വേർതിരിവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആ വേർതിരിവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി അറിയാൻ ശ്രമിക്കുക. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.